ഹൂതികളുടെ ആക്രമണവും അമേരിക്കയുടെ പ്രത്യാക്രമണങ്ങളും ചെങ്കടലിലും യമനിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്രമണത്തിന്റെ രീതി മാറ്റി അമേരിക്കയോടുള്ള പ്രതികാരം നടത്താനുള്ള ഭാവത്തിലാണ് യമനിലെ ഹൂതികൾ. തങ്ങളുടെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US നടത്തുന്ന വ്യോമാക്രമണത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനായി പുതിയൊരു യുദ്ധമുറ പരീക്ഷിക്കാൻ പോവുകയാണ് ഹൂതികളെന്നാണ് റിപ്പോർട്ട്. ചെങ്കടലിന് അടിയിലൂടെ കടന്നുപോകുന്ന ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ലൈനുകൾ ഉൾപ്പെടെയുള്ള നിർണായകമായ കടലിനടിയിലെ ആശയവിനിമയ കേബിളുകൾ അട്ടിമറിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തുന്നതായി യമൻ ഏഡനിലെ UN അംഗീകൃത ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. അന്താരാഷ്ട്ര മാധ്യമമായ BBC-യാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2014 യമന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്ത ഹൂതികൾ പൂർവാധികം ശക്തി നേടിയിരിക്കുന്നു എന്നാണ് യമൻ ഗവൺമെന്റ് പറഞ്ഞത്. ടെലഗ്രാം സന്ദേശം അയക്കാവുന്ന ആപ്പിൽ ഹൂതികളുമായി ബന്ധമുള്ള ഒരു ചാനൽ ചെങ്കടലിലെ കടലിനടിയിലെ കേബിൾ റൂട്ടുകൾ കാണിക്കുന്ന ഒരു മാപ്പ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതുവരെ ഹൂതികൾ തടസ്സപ്പെടുത്തുന്നത് സൂയസ് കനാലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലുള്ള പ്രധാന ചോക്ക് പോയിന്റുകളിലൂടെയുള്ള ചരക്കു കപ്പലുകളെയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഹൂതികൾ ഈ പുതിയ നീക്കം നടത്തിയാൽ ആഗോള ചരക്ക് സുരക്ഷാ പ്രശ്നം മാത്രമല്ല, സബ്സീ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ അപകട സാധ്യതയും വർദ്ധിക്കും. UN റെക്കഗ്നൈസ്ഡ് യമൻ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ഏറ്റവും ഇടുങ്ങിയ 20 മൈൽ, അതായത് 32 കിലോമീറ്റർ വീതിയുള്ള ബാബൽ മന്ദാബ് കടലിടുക്കിലൂടെയാണ് ആശയവിനിമയ കേബിളുകൾ കടന്നുപോകുന്നത്. അവയുടെ മീറ്റിംഗ് പോയിന്റ്സ് കാണിക്കുന്ന മാപ്പുകൾ തങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. കടലിനടിയിലെ കേബിളുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ പോലും വിശാലമായ പ്രദേശത്തിലുടനീളം ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാതാക്കും. ഇത് മുഴുവൻ രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ലോകവും ആഗോള സമ്പദ് വ്യവസ്ഥയും ഇന്റർനെറ്റിനെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നതിനാൽ ഇത് പ്രധാനമാണ്. ലോകത്തിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 17% വഹിക്കുന്ന ഫൈബർ കേബിളുകൾ ഭൂരിഭാഗവും ഉപരിതലത്തിൽ നിന്ന് 100 കണക്കിന് മീറ്ററുകൾക്ക് കടലിൽ താഴെയാണുള്ളത്. അത് വിച്ഛേദിക്കണമെങ്കിൽ ഒരു മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചേ സാധിക്കൂ. US-നും റഷ്യയ്ക്കും അതിനുള്ള നാവികശേഷിയുണ്ട്. ഹൂതികൾക്ക് ഇത് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ പിന്തുണയുള്ള സംഘടനയാണ് ഹൂതികളെങ്കിലും ലോകത്തെ സമുദ്രത്തിനടിയിലുള്ള ഇന്റർനെറ്റ് കേബിളുകൾ അട്ടിമറിക്കാൻ ഇറാനിലെ ടെഹ്റാന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാൽ അത് അവർക്ക് തന്നെ അപകടമായി തീരുമെന്നുള്ളതുകൊണ്ട് ആശങ്ക വേണ്ടെന്നാണ് നാവിക സംഘത്തിലെ വിദഗ്ധരുടെ അഭിപ്രായം. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നതുകൊണ്ട് ആഗോള കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിക്കുന്നത് ഇറാനിൽ തന്നെ പ്രതികാര ആക്രമണത്തിൽ കലാശിച്ചേക്കാവുന്ന ഒരു വലിയ വർധനവായിരിക്കും. എന്നിരുന്നാലും ഇനി കനത്ത ജാഗ്രത തന്നെയായിരിക്കും ചെങ്കടൽ അടക്കമുള്ള കടലുകളിൽ ഉണ്ടാകാൻ പോകുന്നത്.